ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന സാവകാശത്തിനായി സർവശക്തനായ ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കുന്നു, അവനെ സ്തോത്രം ചെയ്യുന്നു. ഇത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഏറ്റവും ധന്യമായ സമയമാണ്, സന്ദർഭമാണ്. ദൈവവചനം കേൾക്കുന്നതും വചനപ്രകാരം ജീവിക്കുന്നതും കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ബഹിസ്ഫുരണമാണ്. അവനെ സ്നേഹിക്കുന്നവർ അവൻ്റെ വചനം പ്രമാണിക്കുന്നു. അവൻ്റെ വചനം പ്രമാണിക്കാത്തവരിൽ അവൻ്റെ സ്നേഹമില്ല. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും. എത്ര സ്നേഹിച്ചാലും കൊതിമാറാത്ത രീതിയിൽ അവൻ്റെ സ്നേഹം നമ്മുടെ മേൽ ആളിപ്പടർന്നിരിക്കുന്ന ഒരു സംഭവമാണ്. 46 വർഷം പിന്നിട്ടു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴക്കടലിൽ ഇറങ്ങാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ട്. അവൻ ആശിക്കുന്നത് പോലെ ഒന്നും ആകാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ വിളിക്കുമ്പോൾ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും വഴിയിൽ ഉപേക്ഷിക്കാത്ത, മാർഗമധ്യത്തിൽ തള്ളാത്ത, കൈ മലർത്തുമ്പോൾ കൈ നിറച്ച് തരുന്ന, കണ്ണ് നിറയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്ന ആ കർത്താവ് എത്രയോ നല്ലവനാണ്. ആ കർത്താവ് അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. വേദപുസ്തകത്തിലെ എണ്ണപ്പെട്ട ചില സംഭവങ്ങൾ നമുക്ക് ധാരാളം ധ്യാനാത്മകമായി ചിന്തകളെ കൈമാറുന്ന ഒന്നാണ്. നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ചിന്തിച്ചു വന്നത് വേദപുസ്തകത്തിലെ എണ്ണപ്പെട്ട ചില താഴ്വരകളെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. താഴ്വരകളെ കുറിച്ച് ധാരാളം ദൈവത്തിന്റെ തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അർത്ഥഗർഭമായതും ചിന്തോദ്ദീപകവുമായ ധാരാളം ആശയങ്ങളും ചിന്തകളും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ആത്മീയ ചക്ഷസുകളെ തുറന്നു നോക്കിയാൽ പറയപ്പെട്ടിരിക്കുന്ന താഴ്വരകൾക്കകത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആത്മീക സന്ദേശങ്ങൾ വളരെ മനോഹരമാണ്, വളരെ സന്തോഷകരമാണ്. ആഖോർ താഴ്വരയെ കുറിച്ച് പഠിച്ചു, ഏലാ താഴ്വരയെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബരാഖ താഴ്വരയെ കുറിച്ചാണ്. ബരാഖ താഴ്വര 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് ബരാഖ താഴ്വരയെ കുറിച്ച് പറയുന്നത്. ബരാഖ താഴ്വര ഏതൊരു ദൈവവീതരും ആഗ്രഹിച്ചു പോകുന്ന താഴ്വരയാണ്. എല്ലാ താഴ്വര പോലെ യുദ്ധം നിബിഡമല്ല, വെല്ലുവിളികൾ നിറഞ്ഞതാണ്, പക്ഷേ വിജയമുള്ളതാണ്. ആഖോർ താഴ്വര പോലെ ദൈവിക ന്യായവിധിയുള്ള താഴ്വരയല്ല. നാം ഇത് പഠിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് 20-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഒന്ന്, അമോന്യരും മോവാബ്യരും യഹോശാഫാത്തിനോട് യുദ്ധത്തിന്, ഒരു യുദ്ധത്തിനും കാണാത്തൊരു പ്രത്യേകത യുദ്ധത്തിലുണ്ടായി. അവർ തമ്മിൽ യുദ്ധം ചെയ്ത് പിരിഞ്ഞുപോയി. യഹോശാഫാത്തിനോട് പടവെട്ടാൻ വന്നവർ തമ്മിൽ യുദ്ധം ചെയ്ത് മടങ്ങിപ്പോയി. അതാണ് നമ്മുടെ കർത്താവിൻ്റെ മഹത്വം. ഇരുവഴിയായി വന്നവർ പല വഴിയായി ഓടിപ്പോയി. വായിക്കുമ്പോൾ വളരെ രസാവഹമാണ്, ചിന്തോദ്ദീപകമാണ്, ആശയസമ്പുഷ്ടമാണ് 20-ാം അധ്യായത്തിലെ യഹോശാഫാത്തിന്റെ യുദ്ധം. യഹോശാഫാത്ത് നിസ്സാരക്കാരനായിരുന്നില്ല. ജഡികമായ, കായികമായ, സൈനികമായ എല്ലാ തലങ്ങളിലും യഹോശാഫാത്ത് വളരെ മുൻനിരയിലായിരുന്നു. 10 ലക്ഷത്തിലധികം വരുന്ന വലിയ സൈന്യ സന്നാഹങ്ങൾ യഹോശാഫാത്തിനുണ്ടായിരുന്നു. യുദ്ധ നൈപുണ്യമുള്ള വീരന്മാരായ യോദ്ധാക്കൾ യഹോശാഫാത്തിനുണ്ടായിരുന്നു. ഒന്നിൻ്റെയും കുറവെന്ന് പറയാനൊന്നുമില്ല. യഹോശാഫാത്തും കർമ്മവീരനും കർമ്മനിരതനും ആണ്.
ധൈര്യശാലിയ, അവനും എടുത്തു പറയേണ്ട അയോഗ്യതകളൊന്നും ഇല്ല. ഇവിടെ മോവാബ്യരും അമോര്യരും അവരോടുകൂടെ മെയ്യൂനിൽ നിന്ന് ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വരുന്നു. ഇത് യഹോശാഫാത്തിന്റെ ചെവിയിലെത്തി. ഇതാ അവർ ഏൻഗതി എന്ന ഹസോൻ താമാരിൽ ഉണ്ട് എന്ന് യഹോശാഫാത്തിന് അറിവ് കിട്ടി. തനിക്കെതിരെ ഒരു വലിയ സന്നാഹം യുദ്ധസന്നദ്ധരായി വരുന്നു എന്നുള്ള അറിവ് യഹോശാഫാത്തിന് കിട്ടി. ആ അറിവ് കിട്ടിയപ്പോൾ യഹോശാഫാത്ത് എന്ത് ചെയ്യുന്നറിയാമോ? യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. അതിൻ്റെ അടിയിൽ വരയ്ക്കണം, ബരാഖ താഴ്വരയുടെ അനുഗ്രഹത്തിന്റെ താഴ്വരയിലേക്കുള്ള നടന്നു കയറ്റം. പ്രതിസന്ധികളിൽ യഹോവയെ അന്വേഷിക്കുന്നതിലൂടെ ആരംഭിക്കുകയാണ്. യഹോശാഫാത്ത് യുദ്ധത്തിലെ ശത്രു രാജ്യത്തിന്റെ, ശത്രു സൈന്യത്തിന്റെ പ്രബലതകളിലേക്കല്ല നോക്കിയത്, അവരുടെ വലിപ്പത്തിലേക്കല്ല നോക്കിയത്. അവരുടെ വലിപ്പം യഹോശാഫാത്തിന്റെ സൈന്യസന്നാഹത്തേക്കാൾ കുറഞ്ഞതാണ്. പക്ഷെ അവിടേക്കല്ല യഹോശാഫാത്ത് നോക്കിയത്. അവൻ യഹോവയെ അന്വേഷിച്ചു. എനിക്ക് തനിച്ച് ആ യുദ്ധം നേരിടാൻ വയ്യ, ഞാൻ അശക്തനാണ്, ഞാൻ ബലഹീനനാണ്, എനിക്ക് കഴിയില്ല. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഇതായിരുന്നു യഹോശാഫാത്തിന്റെ അന്വേഷണത്തിന്റെ കുതൂഹലത. ഇതായിരുന്നു, എന്നെ സഹായിപ്പാൻ വേഗം വരൂ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണം. യഹോവേ, നീ എന്നെ സഹായിപ്പാൻ വരണമേ. ഈ വചനം കേൾക്കുന്ന ദൈവമൈതലേ, എവിടെയാണോ നമ്മൾ ബലഹീനരാകുന്നത്, എവിടെയാണോ നമ്മൾ തോറ്റുപോകാൻ സാധ്യതയുള്ളത്, എവിടെയാണോ നമ്മുടെ കരങ്ങൾ ബലഹീനമാകുന്നത്, എവിടെയാണോ നമ്മൾ തളരുന്നത്, എവിടെയാണോ നമ്മൾ നിരാശരാകുന്നത്, അതിന്റെ നടുവിൽ വലിയവനായ ദൈവത്തെ നീ അന്വേഷിച്ചാൽ ജയം സുനിശ്ചിതമാണ്. ജയിക്കാനുള്ള വഴി കർത്താവ് വെട്ടിത്തുറന്നു തരും. ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിലും ജയിക്കാനുള്ള സാധ്യതകളെ അവൻ നമ്മൾക്കായി തുറന്നു തരും. ജയിക്കാനുള്ള മാർഗങ്ങളെ അവൻ നമ്മൾക്കായി തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. യഹോശാഫാത്തിനെ കണ്ട് നമ്മളൊക്കെ പഠിക്കണം. യഹോവയാണ് എന്നെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്നുള്ള കൃത്യമായ തിരിച്ചറിവാണ് ഈ പ്രാഗൽഭ്യത്തിന്റെ കാരണം. ദൈവമക്കളെ, എന്നെ വിളിച്ചത് എൻ്റെ ദൈവമാണെന്നുള്ള വകതിരിവും തിരിച്ചറിവും വിശ്വാസവും എനിക്ക് വലങ്കൈ തന്നതും എന്നെ വഴികാട്ടി നടത്തുന്നതും എൻ്റെ കർത്താവാണെന്നുള്ള വ്യക്തമായ ബോധ്യവും നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അതിൻ്റെതായ കനവും തൂക്കവും വലിപ്പവും ഉണ്ടാകും. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നിശ്ചയമായും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഖിന്നതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കണം. കർത്താവിൻ്റെ സഹായം ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലണം. അവൻ നമ്മളെ സഹായിക്കും. യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. കേട്ടോ, രാജാവ് ചെയ്ത കാര്യമാണ്. യുദ്ധം ജയിക്കാൻ, പരാജയങ്ങളെ വിജയമാക്കാൻ, ശാപത്തെ അനുഗ്രഹമാക്കാൻ, നഷ്ടങ്ങളെ ലാഭമാക്കാൻ, ദുഃഖങ്ങളെ സന്തോഷമാക്കാൻ, വേദനകളെയും നെടുവീർപ്പുകളെയും ആനന്ദമാക്കി തീർക്കാൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഈ കാര്യത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഉപവസിക്കാം. ഈ കാര്യത്തിനായി നമുക്ക് ഉപവസിക്കാം. ഈ കാര്യത്തിനായി നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം.
ഈ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ രാജ്യം ഒരുമിച്ച് രാജകൽപ്പന അനുസരിച്ച് ഉപവാസത്തോടെ ആത്മതപനം ചെയ്യാൻ മുൻപോട്ട് വന്നു. രാജാവിന്റെ കൽപ്പനയെ അവർ സസന്തോഷം ഏറ്റെടുത്തു. ഒന്ന്, യഹോവയെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. രണ്ട്, ഉപവാസം പ്രസിദ്ധം ചെയ്തു. എന്തിനാണ് ഉപവാസം? ആ വാക്യത്തിൽ തന്നെ പറയുന്നു, 20-ന്റെ 3-ാം വാക്യത്തിൽ, യഹൂദയിൽ ഒക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദന്മാരെല്ലാം ഒരുമിച്ച് കൂടി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് സഹായം ചോദിപ്പാൻ ഒരുമിച്ച് കൂടി. ദൈവത്തോട് സഹായം ചോദിപ്പാൻ ഒരുമിച്ച്. ഒരു കുടുംബത്തിനകത്ത് പരാജയപ്പെടുത്താവുന്ന മേഖലകൾ ഉള്ളപ്പോൾ ജയം തരുന്നവന്റെ മുൻപിൽ ദൈവസഹായം ചോദിച്ചുകൊണ്ട് ചേർന്നിരുന്നാൽ ജയം ദൈവം തരും. ജയം ദൈവം തരും. ജയം തരാൻ ദൈവം മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. തോൽവിയെ അനുഗ്രഹമാക്കുന്ന ദൈവം, കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും അനുഗ്രഹമാക്കുന്ന ദൈവം, എതിർപ്പുകളെ നന്മയ്ക്കാക്കുന്ന ദൈവം. ഞാൻ പ്രസംഗിക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന യേശു കർത്താവിന്റെ ശക്തമായ വചനം നമ്മെ അതിനായി ഉത്ബോധിപ്പിക്കുന്നതാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സഹായം ചോദിപ്പാൻ അവർ ഒരുമിച്ച് കൂടി. ജനമധ്യത്തിൽ നിന്നുകൊണ്ട് യഹോവയോട് യെഹോശാഫാത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജാക്കന്മാരെയും രാജ്യങ്ങളെയും ഭരിക്കുന്നവനല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ദൈവമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്ത് ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും തങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുൻപിലും നിന്റെ സന്നിധിയിലും നിന്നു. നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ. ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഈ ആലയത്തിൽ വരും. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സങ്കടം പറഞ്ഞ് കരയും. ആ കാലത്ത് സങ്കടം പറയാനും നിലവിളിക്കാനും ആലയത്തിൽ പോകണമായിരുന്നു. കാരണം യഹോവയായ ദൈവം ആലയത്തിൽ ഇറങ്ങി വരും. എന്നാൽ ദൈവമക്കളെ, പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. അവന്റെ നാമത്തിൽ നാം എവിടെ മുട്ടുമടക്കുന്നുവോ അവിടെ അവന്റെ സാന്നിധ്യമുണ്ട്. അവിടെ അവൻ ഇറങ്ങി വരും. നമ്മൾ കൈ മലർത്തുമ്പോൾ കൈ നിറച്ച് തരാൻ മതിയായൊരു കർത്താവ് എനിക്കും നിങ്ങൾക്കുമായി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈ നിറച്ച് തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കും. ഞങ്ങളുടെ വേദനകളിൽ ഞാൻ നിന്നോട് നിലവിളിക്കും. ഞങ്ങളുടെ പരാധീനതകളിലും പരിഭവങ്ങളിലും നിരാശയിലും ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ ഉത്തരം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പൂർവികന്മാർക്ക് നീ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കും അങ്ങ് ഉത്തരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിപ്പാൻ നിനക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും
ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോട്, ഭാര്യമാരോടും മക്കളോടും കൂടി യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെയീയേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെഖര്യാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ദൈവാത്മാവ് അവരുടെ മേൽ ഇറങ്ങി. ദൈവത്തിന്റെ ആലോചന കേൾക്കാനുള്ള സമയം സമാഗതമായി. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൽ ധൈര്യപ്പെടുകയും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ എനിക്ക് വേണ്ടി അത് ചെയ്യാൻ ശക്തനാണെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ചെയ്തിട്ട് ഉപവാസത്തോടും നിലവിളിയോടും പ്രാർത്ഥനയോടും കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ അവൻ നമ്മൾക്കതെല്ലാം അനുഗ്രഹമാക്കി മാറ്റും. സംഭവിച്ചത് എന്താണെന്നറിയാം? ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ 17-ാം വാക്യം, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തി ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊന്നും പഴയതല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും പഴയതല്ല. ഒരു പ്രവൃത്തിയുടെ ആവർത്തനമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. എല്ലാ ദിവസവും നമ്മൾക്ക് വേണ്ടി പുതിയത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പുതിയ പ്രവൃത്തികളെ കാണാൻ വാഞ്ചിക്കുന്ന ശുശ്രൂഷയിൽ എന്നോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ മറക്കരുത്. അവൻ നമ്മുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യുന്ന കർത്താവാണ്. പുതിയതിനു വേണ്ടി ആഗ്രഹിക്കണം. പുതിയ പ്രവൃത്തികൾ അവൻ ചെയ്യും. ദൈവം പ്രവർത്തിക്കുമ്പോൾ ഞാനതിൻ്റെ മഹത്വം അടിച്ചു മാറ്റരുത്. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം ഞാൻ തട്ടിയെടുക്കരുത്. അതിൻ്റെ മഹത്വം ദൈവത്തിന് മാത്രമുള്ളതാണ്. രാജാതി രാജാവും കർത്താതി കർത്താവുമായ എൻ്റെ ദൈവത്തിന് മാത്രമുള്ളതാണ് എല്ലാ വിജയത്തിൻ്റെയും മഹത്വം. അതിൻ്റെ ഇടയിൽ ഗേഹസിയെ പോലെ നിന്ന് മഹത്വം അടിച്ചു മാറ്റി പണമുണ്ടാക്കാൻ നോക്കരുത്. അത് നയമാന്റെ കുഷ്ഠം ഗേഹസിക്ക് പിടിക്കാൻ കാരണമായതുപോലെ അനുഗ്രഹത്തിന് കാരണമാകേണ്ട നാം ശാപത്തിന് പാത്രീഭൂതനായി എന്ന് വരും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒരുക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, യഹോശാഫാത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. ഇവർ തമ്മിൽ യുദ്ധം ചെയ്തു. രണ്ടു കൂട്ടരും തമ്മിൽ അടിച്ചു പിരിഞ്ഞു. യുദ്ധത്തിന് വേണ്ടി വന്നില്ല. അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയില്ല. അവർ തന്നെ സ്വയം തോറ്റുപോയി. അവർ തന്നെ സ്വയം പരാജയപ്പെട്ടു പോയി. 3 ദിവസം കൊള്ളയിട്ടു. അത്രമാത്രം ധനവും സമ്പാദ്യവും എല്ലാം യഹൂദന്റെ കയ്യിലായി. ഇസ്രായേൽ ജനത്തിന്റെ കയ്യിലായി. ദൈവജനത്തിന്റെ കയ്യിലായി. 4-ാം ദിവസം അവർ ഒരു താഴ്വരയിൽ ഒരുമിച്ച് കൂടി. ആ താഴ്വരയാണ് ബരാഖ താഴ്വര. 3 ദിവസം അവർ എല്ലാം സമാഹരിച്ചു. 4-ാം ദിവസം അവർ ബരാഖ താഴ്വരയിൽ ഒരുമിച്ച് കൂടി. അവരവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബരാഖ താഴ്വര എന്ന് പേര് പറഞ്ഞു വരുന്നു. ബരാഖ താഴ്വരയിൽ ഒരുമിച്ച് കൂടി. ബരാഖ താഴ്വര എന്ന വാക്കിന്റെ അർത്ഥം അനുഗ്രഹത്തിന്റെ താഴ്വര എന്നാണ്. ആ താഴ്വരയിൽ അവർ എല്ലാവരും
ഒരുമിച്ച് കൂടി. എന്തിനാണ് ഒരുമിച്ച് കൂടിയത്? ദൈവത്തോട് നന്ദി പറയാൻ, ദൈവത്തോട് നന്ദി പറയാൻ, സ്തോത്രം പറയാൻ, ആരാധിപ്പാൻ. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അങ്ങ് ജയിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങളുടെ കരങ്ങൾ ബലഹീനമായിരുന്നു, ഞങ്ങളുടെ ശക്തി ബലഹീനമായിരുന്നു, ഞങ്ങളുടെ ബുദ്ധിയും പ്രതിഭയും എല്ലാം ബലഹീനമായിരുന്നു. എന്നാൽ ഞങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുന്നുവോ അവൻ ശക്തനായിരുന്നു. ആ ബാറ്റ് പൂർണ്ണമായി, ആ വിഷയം പൂർണ്ണമായി, ആ സംഭവം പൂർണ്ണമായി കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അതോടുകൂടി അത് യഹോവയായി ദൈവം ഏറ്റെടുത്തു. എനിക്ക് തോന്നുന്നേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബരാഖാ താഴ്വര ഉണ്ടാകാത്തതിൻ്റെ കാരണം നമ്മൾ കർത്താവിന് കൊടുത്തു എന്ന് പറയും, കൊടുക്കാമെന്ന് പറയും, കർത്താവെ സമർപ്പിക്കുന്നു പറയും. പക്ഷെ ഒന്നും കൊടുക്കുകയില്ല. ദുഃഖങ്ങൾ സമർപ്പിക്കില്ല, ഉത്കണ്ഠകൾ സമർപ്പിക്കില്ല, ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെ സമർപ്പിക്കില്ല, പാപത്തെ സമർപ്പിക്കില്ല. എന്നാൽ വാക്കുകൊണ്ട് ഇതെല്ലാം സമർപ്പിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ചേരുവ അനുസരിച്ച് പറയും, കർത്താവെ, ഞങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം നിന്റെ കയ്യിൽ തരുന്നു. എന്നതാ, ഒന്നും കൊടുക്കുകയില്ല, എല്ലാം കയ്യിൽ പിടിക്കും. അതുകൊണ്ട് നമുക്കൊരു ബരാഖാ താഴ്വരയുടെ അനുഭവത്തിൻ്റെ അഭാവമുണ്ട്. ദൈവമക്കളെ, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എല്ലാം നിർവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ പൂർണ്ണമായി ജയം തരുന്ന ഒരു കർത്താവ് നമ്മൾക്കായി ജീവിക്കുന്നു. ആ കർത്താവിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ജീവിതത്തിൽ ആഗ്രഹിക്കണം, എനിക്കൊരു ബരാഖാ താഴ്വര വേണം, അനുഗ്രഹത്തിൻ്റെ താഴ്വര, സ്തോത്രം ചെയ്യാൻ ഒരു താഴ്വര. ബാല്യം മുതൽ ഇന്ന് വരെയുള്ള പ്രായത്തിനിടയിൽ എത്രയോ ബരാഖാ താഴ്വരകൾ ജീവിതത്തിൽ ഉണ്ടായി. മറന്നുപോയോ? ഓർക്കാൻ കഴിയുന്നുണ്ടോ? നന്ദി പറയാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. കർത്താവേ, അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് വളരെ വിനയത്തോടെ സകലതും സവിനയം സമർപ്പിക്കുകയാണ്. നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. നീ ഞങ്ങളുടെ ദൈവമാണ്, നീ ഞങ്ങളുടെ നാഥനാണ്. നമുക്ക് എല്ലാവർക്കും നന്ദി പറയാൻ ധാരാളം അവൻ തന്നിട്ടുണ്ടല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയം കണ്ണുകളെ അടയ്ക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുന്നിടത്ത്, ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുന്നിടത്ത്, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നിടത്ത്, സഹായത്തിന് ആരുമില്ലല്ലോ എന്ന് ഞങ്ങൾ ഓർക്കുന്ന സ്ഥാനത്ത്, സർവശക്തനെ, നീ ഞങ്ങൾക്ക് സഹായമായി ഇറങ്ങി വരണമേ. സർവശക്തനെ, നീ ഞങ്ങൾക്ക് ബലമായി ഇറങ്ങി വരണമേ. സർവശക്തനെ, നീ ഞങ്ങൾക്ക് ജയമായി ഇറങ്ങി വരണമേ. ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ സകല ദുഃഖങ്ങളെയും ഭാരങ്ങളെയും സമർപ്പിക്കുന്നു. യേശുവേ, ഞങ്ങൾക്ക് ഒരു ബരാഖാ താഴ്വര, ഒരു അനുഗ്രഹത്തിൻ്റെ താഴ്വര, ഒരു സ്തോത്രത്തിൻ്റെ താഴ്വര ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളെ, ഞങ്ങളുടെ പ്രയാസങ്ങളെ, ഞങ്ങളുടെ മുൻപിലെ വെല്ലുവിളികളെ സവിനയം സമർപ്പിക്കുന്നു, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എനിക്കത് ഒരു അനുഗ്രഹത്തിൻ്റെ താഴ്വരയാക്കി മാറ്റിത്തരണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ മക്കളെയും സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ